ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ നന്മയും അനുഗ്രഹമൊക്കെ നമ്മുടെ ജീവിതത്തിലും ശൈലിയിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലൊക്കെ കയറി വരാനിടയാകട്ടെ. വചനത്തിൻ്റെ നന്മയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലൊക്കെ കയറി വരണം. അങ്ങനെ അവർ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചറിയാൻ പലർക്കും പറ്റണം. ദൈവം നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരിന്ന് ദൈവവചനം കേൾക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാണ്. ഈ തുരുമ്പിച്ച് മൂർച്ച നഷ്ടപ്പെട്ട കത്തി കണ്ടിട്ടുണ്ട്. തുരുമ്പിച്ച് അതിൻ്റെ പിടിയും പോയി അതിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ട കത്തി കണ്ടിട്ടുണ്ട്. അത് വെട്ടിയാലൊന്നും മുറിയത്തില്ല. അത് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അസ്വസ്ഥതയാണ്. ഒത്തിരി ആരോഗ്യം ഉപയോഗിക്കണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ആ കത്തിയെ തുരുമ്പിച്ച് ഉപകാരമില്ലെന്ന് നമുക്ക് തോന്നിയ കത്തിയെ ഒരു കൊല്ലൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ അടിച്ച് പഴുപ്പിച്ച് ഒരു പരുവാക്കി അതിനെ തല്ലി അതിനെ പരത്തി അതിനെ ഒരച്ച് അതിനെ മൂർച്ചയുള്ള ഒന്നാക്കി മാറ്റും. അപ്പോൾ അതിനെ പിടിയൊക്കെ ഇട്ട് ഭംഗിയുള്ള മൂർച്ചയുള്ള വിലയുള്ള ഒരു ശക്തിയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നത് ആ തുരുമ്പിച്ച കത്തിയേൽ ചിലതൊക്കെ വന്നപ്പോഴാണ്. അതിൻ്റെ മേൽ ചിലതൊക്കെ വന്നു. അതിനെ ഒരാൾ കൈകളിലെടുത്തു, കുറച്ചു നേരം അതിന് അഗ്നിയിൽ വെച്ച് അതിനെ പഴുപ്പിച്ചു. അത് പഴുത്ത് തീക്കട്ട പോലെ ആവും. എന്നിട്ട് അതിനെ ഇടിച്ച് പരത്തി അതിനെ പരുവപ്പെടുത്തി ഒരച്ച് അതിന് പിടിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് തിളങ്ങുന്ന മൂർച്ചയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ വ്യക്തിക്ക് വേണ്ടി ഈ തുരുമ്പിച്ച കത്തിയെ ഇനി എന്തിനാ, ഈ വ്യക്തിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചിന്തിക്കും. ആ ജീവിതത്തിൻ്റെ മേൽ ചിലതൊക്കെ വരുമ്പം, ആ ജീവിതത്തിൻ്റെ മേൽ ചിലതൊക്കെ വന്ന് വീഴുമ്പം ആ വ്യക്തിയുടെ ജീവിതം മാറും. തിളക്കം വരും, തെളിച്ചം വരും, മൂർച്ച വരും, വിലയുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു നിയോഗത്തോടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ഓർത്ത് പ്രത്യേകം ഇൻറ്റൻഷൻ എല്ലാം വെച്ച് പ്രാർത്ഥിക്കുവാണ്. വചനത്തിലേക്ക് വരാം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം ആദ്യം വായിക്കുക. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ജോഷുവ ഇസ്രായേല്യരോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ അടുത്തു വരണം. ചില സ്ഥലങ്ങളിൽ പോകണം, ചില സ്ഥലത്ത് ചെല്ലണം. അങ്ങനെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് കേൾക്കാനല്ല പറഞ്ഞത്. ജോഷുവ പറയുവാണ്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്ക് വചനം കേൾക്കുവിൻ. ഇനി 13-ാമത്തെ വാക്യം. ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ അവിടെ കെട്ടി നിൽക്കുകയും ചെയ്യും. പുരോഹിതന്മാരുടെ, അതും ദൈവത്തിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാൻ്റെ ആ വെള്ളത്തിൽ തൊടുമ്പോൾ അത്ഭുതം നടക്കുന്ന. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? വചനത്തിൻ്റെ ശബ്ദം കേട്ട് സ്റ്റെപ്പ് വച്ചപ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അല്ലാതെ ജോർദാനെ രണ്ടാക്കിയത് പരിശ്രമമല്ല. ജോർദാനെ രണ്ടാക്കിയത് അവരുടെ കഴിവല്ല. ജോർദാനെ രണ്ടാക്കിയത് വചനം കേട്ട വെളിച്ചത്തിൽ ചുവടുകൾ വച്ചതാണ് അവിടെ ജോർദാൻ രണ്ടാകാൻ, ഒഴുക്ക് നിലയ്ക്കാൻ കാരണമായത്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മളും ചില കാര്യങ്ങൾ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും എല്ലാം നടക്കത്തില്ല. നമ്മുടെ ബുദ്ധി, ശക്തി, സ്വാധീനം, ബന്ധം എല്ലാം നടക്കത്തില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ നമ്മുടെ കഴിവിലല്ല ചിലത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഴിവിലും ശക്തിയിലുമാണ് അത്ഭുതം നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആദ്യം ഉടനെ അങ്ങോട്ട് അത്ഭുതം അങ്ങ് ചെയ്യുമല്ല.
ചെന്നപാടെ അത്ഭുതം ചെയ്തിട്ടല്ല ക്ലാസ്. ആദ്യം പറഞ്ഞു, നിങ്ങൾ അടുത്തു വന്ന് ദൈവവചനം കേൾക്ക്. ആദ്യം വന്ന് കേൾക്ക്. എല്ലാ അത്ഭുതങ്ങളും ആരംഭിക്കുന്നത് ഇങ്ങനെ തന്നെ, ഇതേ പ്രോസസ്സാണ്. പെട്ടെന്ന് അത്ഭുതം ചെയ്തു. നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ ചെന്ന് എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് 10 മിനിറ്റ് കിട്ടി, വേഗം എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ചെന്നപാടെ കിട്ടുന്ന ഒന്നല്ല അത്ഭുതം. അതിന് ചില പ്രോസസ്സുണ്ട്, ചില ഘട്ടം ഘട്ടമായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഇവർ പറഞ്ഞ ആദ്യം വചനം കേൾക്ക്. രണ്ടാമത്, ദൈവത്തിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ വാഗ്ദാന പേടകം എടുത്ത് ആ വെള്ളത്തിൽ അവരുടെ ഉള്ളംകാൽ തൊടുമ്പോൾ അവരാരും ചിന്തിച്ചില്ല, ഒഴുകിപ്പോവില്ലേ, ഭയങ്കര ഒഴുക്കല്ലേ, നമ്മൾ കാല് വെച്ചിട്ട് എന്നാ കാണിക്കാനാ? ആരും തലതിരിഞ്ഞൊന്നും ചിന്തിച്ചില്ല. ആ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ചുവട് വയ്ക്കാൻ അവർ തയ്യാറായി. അവർ പറഞ്ഞില്ല ഇപ്പം ഭയങ്കര ഒഴുക്കാണ്. തൊട്ട് താഴോട്ട് എഴുതുമ്പോൾ വായിക്കുമ്പോൾ നമുക്കറിയാം ജോർദാൻ നദി കര കവിഞ്ഞ് ഒഴുകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അല്ലാതെ വേനൽക്കാലത്ത് വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു അരുവിയിലൂടെ ഒഴുകുന്ന അത്രയും വെള്ളമുള്ളപ്പോഴല്ല, കര കവിഞ്ഞ് ഒഴുകുന്ന സമയത്താണ്. അവർക്ക് അന്നേരം വേണമെങ്കിൽ പറയായിരുന്നു, ഈ സമയത്ത് ഇപ്പോഴെങ്ങനെയാ വാഗ്ദാന പേടകവും എടുത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നത്? ബുദ്ധിയോടെ ചിന്തിക്കുക, വിവേകത്തോടെ ചിന്തിക്കുക, പൊട്ടത്തരം ചെയ്തു കൂട്ടരുത് എന്നൊന്നും അവിടെ ആരും ഒന്നും സംസാരിച്ചില്ല. അവർ വചനത്തിൻ്റെ ശബ്ദം കേട്ട് ചുവട് വയ്ക്കാൻ തുടങ്ങി. പരിശ്രമം കൊണ്ടും കഴിവുകൊണ്ടും അല്ല ജോർദാൻ രണ്ടായത്, അത് ദൈവത്തിൻ്റെ ശക്തിയാലത്രേ. അതിനെ രണ്ടാക്കിയത് ദൈവവചനം കേട്ടിട്ട് അതനുസരിച്ച് ചുവട് വച്ചപ്പോഴാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങിയത്. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ വചനം കേട്ടിട്ട് അതിനനുസരിച്ച് ചുവട് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം, വീട്, സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ മാറാൻ, മാനസാന്തരപ്പെടാൻ, തിരിച്ചു വരാൻ, മാറി വരാൻ എല്ലാം കാരണമാവും. നമ്മുടെ ഉപദേശം കൊണ്ടും പറച്ചിൽ കൊണ്ടൊന്നും ചിലപ്പോൾ ആരും മാറിയെന്ന് വരില്ല. നമ്മുടെ പറച്ചിൽ നിർത്ത്, നമുക്ക് പ്രാർത്ഥന തുടങ്ങാം. നമുക്ക് ഉപദേശം കുറച്ച് കുറയ്ക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉപദേശം കൊണ്ടും പറച്ചിൽ കൊണ്ടൊന്നും ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്നല്ലാതെ, കുറേ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നല്ലാണ്ട്, കുറേ കൂടെ മുഖം വീർപ്പിച്ചിരിക്കുമെന്നല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മുടെ ഉപദേശം കൊണ്ടൊന്നും ആരും നന്നാകത്തില്ല. നമ്മുടെ പരിശ്രമം കൊണ്ടും ചിലപ്പോൾ ആരും നന്നാകണമെന്നില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവവചനത്തിനനുസരിച്ച് ചൂട് വയ്ക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ചില ഒഴുക്കുകൾ നിലയ്ക്കും. അവിടെയൊക്കെ ചില വഴികൾ ഉണ്ടായി വരും, ചില മാറ്റങ്ങൾ ഉണ്ടായി വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. തുരുമ്പിച്ചൊരു കത്തി അത് എറിഞ്ഞു കളഞ്ഞായിരുന്നെങ്കിൽ അതിന് മൂർച്ച വരില്ലല്ലോ. അതിന്മേൽ, ആ കത്തിയുടെ മേൽ വന്ന കുറേ കാര്യമുണ്ട്. തീ വന്നു, വെള്ളം ഒഴിച്ചു, അതിനെ പരത്തി, അതിനെ ഇടിച്ചു, അതിനെ ഉരച്ചു, അതിന് പിടിയിട്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ ആ തുരുമ്പിച്ച കത്തിയുടെ മേൽ വന്നപ്പോൾ പോലും ഇപ്പോൾ അതിന് മൂർച്ചയായി, തിളക്കമായി, അതിന് വിലയായി, അതിന് ആവശ്യക്കാരായി, അതിന് ശക്തിയായി, ഗുണമായി. പണ്ട് ആർക്കും വേണ്ടാതിരുന്നതാ തുരുമ്പിച്ച കത്തി, ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് പറമ്പിലിട്ടതാ. പല ജീവിതങ്ങളും തുരുമ്പിച്ച കത്തി പോലെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞവരുണ്ട്. അതിന് മൂർച്ച വരും, അതിന് തിളക്കം വരും. അതിന്മേൽ ചിലതൊക്കെ വരുമ്പോൾ അത് ആ ജീവിതത്തിൻ്റെ മേൽ ചില പ്രാർത്ഥനകളും ചില ഇൻറ്റൻഷനുകളൊക്കെ വച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിനും തിളക്കവും മൂർച്ചയും ഒക്കെ വരും.